ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ കുറച്ചു കാലം ബിസി ആയിരുന്നു. അപ്പം ഞാൻ ഇന്നൊരു പുതിയ ടൈറ്റിലായിട്ടാണ് വന്നത്, അതായത് പ്രൊഡക്റ്റ് റിവ്യൂ. ഓക്കെ, അപ്പം കുറെ ആൾക്ക് ഡൗട്ട് ഉണ്ടാവും ഈ പ്രൊഡക്റ്റ് റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. പക്ഷെ പ്രൊഡക്റ്റ് റിവ്യൂ പറയുന്നത് ഒരു പ്രൊഡക്റ്റിനെ പറ്റി എന്താ പറയാ റിവ്യൂ പറയുന്നതെന്ന്. അപ്പം ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത്, അതായത് സാംസങ് ഗാലക്സി ഫോണിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഈ സാംസങ് പറഞ്ഞ ഫോൺ ബെസ്റ്റ് നമ്പർ വൺ ഫോണാണ്. അതായത് ഞാൻ പണ്ട് മുതൽ ഇപ്പം വരെ ഞാൻ സാംസങ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ മാരേജ് കഴിഞ്ഞിട്ട് 1 ഇയർ ആയി. അപ്പം ഹസ്ബൻഡ് വാങ്ങിച്ച ഫോണും സാംസങ് ആയി. അപ്പൊ നമുക്ക് സാംസങ് എന്താണെന്ന് അറിയില്ല, പണ്ടേ ഞാൻ ആ ഫോണിനോട് ഒരു ഇഷ്ടം കുറച്ച് കൂടുതലാണ്. ഐഫോണെല്ലാം എന്റെ വീട്ടിലുണ്ട്, പക്ഷെ ഐഫോണിനേക്കാൾ ഒന്നുകൂടി ഇഷ്ടം സാംസങ് ഫോണിനോട്. കാരണം സാംസങ്ങിന്റെ കുറെ ഫീച്ചേഴ്സ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം എന്റെ ഫോണ് സാംസങ് F15 5G ആണ്. F115 അതാണ് എന്റെ ഫോൺ. അപ്പം ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. എന്താ വെച്ചാൽ പെട്ടെന്നൊന്നും അങ്ങനെ ചാർജ് തീരൂല. എത്ര ഇതാക്കിയാലും കണ്ടാലും എത്ര ഫോണിന് കളിച്ചാലും ചാർജ് വേമ്പേ തീരുന്ന ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മള് ചാർജ് ഇട്ടതിനെ വേഗം ഫാസ്റ്റ് ചാർജ് ആവും. പിന്നെ സൗണ്ട് ഓസമാണ്. വോല്യൂം എല്ലാം ഫുൾ നല്ല വോല്യൂമാണ്. എന്താ പറയാ, പിന്നെ നല്ല ക്യാമറ എഫക്റ്റ്, നല്ല എന്താ പറയാ അതിലുള്ള മെമ്മറി ഡ്രൈവ് എല്ലാം ഓക്കെയാണ്. ഫെന്റാസ്റ്റിക് ഫോണാണ്. പിന്നെ എന്താണെന്നറിയില്ല, ഈ ഫോണിനോട് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം കൂടുതൽ. കാരണം സാംസങ്, ഞാൻ എന്റെ ഹസ്ബൻഡോട് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സാംസങ് ഫോൺ വാങ്ങിച്ചത്. അപ്പൊ പുള്ളി എനിക്ക് കൊണ്ടുതന്ന സാംസങ് തന്നെ. പറയാണ്ട് തന്നെ എനിക്ക് എന്റെ മൈൻഡ് റീഡ് ചെയ്യുന്ന ആളാന്ന് എനിക്കറിയാം. അപ്പം പുള്ളിക്ക് എന്റെ മൈൻഡ് നല്ലോണം റീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് എന്റെ ഫേവറേറ്റ് ഫോൺ തന്നെയാണ്. ഞാൻ പറയൂ, എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്താന്ന് വെച്ചാൽ ഈ ഫോണാണ്. കാരണം എന്റെ ഫോൺ ഞാൻ യൂസ് ചെയ്യുന്ന സാംസങ് ഗാലക്സി F15 5G ആണ്. അപ്പം എനിക്ക് ഈ ഫോണിന് ഭയങ്കര പ്രത്യേകത. ഞാൻ കുറെ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്, ഹുവായി, ലെനോവോ, പിന്നെന്താ യൂസ് ചെയ്തത് ഐഫോൺ. പക്ഷെ ഇതൊന്നും ഐഫോൺ എന്താന്ന് പറയാ, ഐഫോണ് വേഗം ചാർജ് തീരും. ചില ഫോൺ വേഗം തീരും, ചില ഫോൺ കുറെ കാലം നിൽക്കും. പക്ഷെ ഐഫോണിന് പറഞ്ഞാൽ ചില ആപ്സ് ഒന്നും കിട്ടൂല. പക്ഷെ സാംസങ്ങിൽ നല്ല ആപ്സ് കിട്ടും. എന്റെ ഹസ്ബൻഡിന്റെ ഫോണ് വിവോ ആണ്, അപ്പൊ എന്റെ സാംസങ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിന് പുതിയ ഫോണ് വാങ്ങിച്ചതാ. പക്ഷെ ഞാൻ പുതിയ ഫോൺ വാങ്ങിച്ചത് ഏത് ഫോണാ വേണ്ട ചോദിച്ചു. ഞാൻ പറയാം, എനിക്ക് വാങ്ങിച്ചതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സാംസങ് തന്നെ മതി. കാരണം സാംസങ് നല്ല ഫോണാണ്, അതിൽ എല്ലാ ഫീച്ചേഴ്സും വർക്ക് ചെയ്യും. അത് മാത്രമല്ല ഓട്ടോ അപ്ഡേഷൻ മോഡ് ഓൺ എല്ലാ ഫോണും ഉണ്ടാവും. പക്ഷെ എന്നാലും എനിക്ക് എന്താ അറിയില്ല, ഐ എം വെരി ക്രേസ് അബൌട്ട് സാംസങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോണാണ്. അപ്പം ഞാൻ യൂസ് ചെയ്ത ചെറുപ്പം മുതൽ ഞാൻ ഇപ്പം വരെ യൂസ് ചെയ്യുന്ന ഫോൺ സാംസങ്. മാത്രമല്ല എന്റെ വീട്ടിലെ എന്റെ പപ്പ മമ്മ ആയിക്കോട്ടെ, പപ്പ സാംസങ് അങ്ങനെ യൂസ് ചെയ്യും. പക്ഷെ മമ്മക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഫോൺ എല്ലാം സാംസങ് വാങ്ങിച്ചു കൊടുക്കുക. അപ്പൊ അതുകൊണ്ടായിരിക്കുമോ എനിക്ക് ആ ഫോണിനോട് ഇത്ര ഇഷ്ടമൊന്നും എനിക്കറിയില്ല. ചെറുത് മുതലേ ഞാൻ കണ്ടതും ഞാൻ കളിച്ചതൊക്കെ സാംസങ് ആണ്. അതുപോലെ തന്നെ ടാബും ഉണ്ടായി ഞങ്ങൾക്ക്. പക്ഷെ അതും നല്ലൊരു സാധനമാണ് സാംസങ് എന്ന് പറയുന്നത്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗാഡ്ജറ്റ് ആണ് ഈ സാംസങ്ങിന്റെ. എന്ത് സാധനം സാംസങ്ങിന്റെ എന്താ പറയാ, സ്പീക്കർ ഉണ്ടായി അതിനകത്ത്, സ്പീക്കർ, ടാബ്, പിന്നെ ഫോണ് എല്ലാം ഓസം ആയിരുന്നു. ഈ ഫോണില്ലേ എത്ര പ്രാവശ്യം പൊട്ടിയെന്നറിയോ? ശരിയാക്കൂ, ഒരു കംപ്ലൈന്റും ഇല്ല. പിന്നെയും പൊട്ടു, ശരിയാക്കൂ, ഒരു കംപ്ലൈന്റും ഇല്ല. ബെസ്റ്റ് ഫോൺ. അപ്പം എന്താ പറയാ, എല്ലാവരും നെക്സ്റ്റ് ടൈം വാങ്ങുന്നുണ്ടെങ്കിൽ, ഫോൺ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ സാംസങ് തന്നെ വാങ്ങണം. ഞാൻ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇതാക്കൂല, കാരണം അത് ഓരോരാൾ ഇഷ്ടമാണ്. അപ്പം എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ യൂസ് ചെയ്തിട്ട് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സാംസങ് ഇസ് എ നമ്പർ 1 ബെസ്റ്റ് ഫോൺ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എന്താ പറയാ ഒരു കമ്പനിയാണ് സാംസങ്. ഫോൺ മാത്രമല്ല, ഫോൺ ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, TV ഉണ്ട്, എല്ലാം ഓസമാണ്. അപ്പൊ ഇതാണ് എന്റെ വീഡിയോ. അപ്പം എല്ലാവരും കഴിയുന്നത്ര, അത് നിങ്ങളുടെ ഇഷ്ടം, കഴിയുന്നത്ര നിങ്ങൾക്ക് സാംസങ്ങിന്റെ ഫോൺ മേടിക്കാം, സാംസങ്ങിന്റെ ഗാഡ്ജറ്റ്സ് മേടിക്കാം. സോ താങ്ക് യു.